ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം ചേട്ടാ പടം അടിപൊളിയുണ്ടോ? ചേട്ടാ മോഹൻലാലൊക്കെ എങ്ങനെ? അതർക്ക് ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഇറങ്ങി വരുമ്പോ ജിത്തുവിന്റെ വേറൊരു ലാലേട്ടന്റെ ഒപ്പം ജിത്തുവിന്റെ വേറൊരു തിരിച്ചുവരവും കൂടെയാണ്. അടിപൊളി മൂവി, രക്ഷയില്ല. ഉണ്ട്, നല്ല നല്ല രസമുള്ള മൂവി. ഇമോഷണൽ ഡ്രാമ പറയും. നമുക്ക് കോടതിയിൽ നടക്കുന്ന പലതും അറിയില്ല, പക്ഷെ ഈ സിനിമയിലൂടെ നമുക്കത് ചെയ്യുന്നുണ്ട്. ഫാമിലി, പക്കാ ഫാമിലി മൂവി. പ്രേക്ഷകരോട് നിർബന്ധമായി ഒഴിവാക്കേണ്ട സിനിമയല്ല, കാണേണ്ട സിനിമയല്ല. നിർബന്ധമായിട്ട് പെമ്മക്കളുള്ള അമ്മ അച്ഛന്മാരും നിർബന്ധമായി കാണേണ്ട സിനിമയാണ്. നല്ല മെസ്സേജ് കൊടുക്കുന്ന നല്ല മെസ്സേജ് ഉണ്ട്. കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ബോറടിക്കുമ്പോ ഒന്നുമില്ല. നല്ല രീതിയിൽ തന്നെ സിനിമ വന്നിട്ടുണ്ട്. എല്ലാവരും പ്രേക്ഷകർക്കും ആസ്വദിക്കാം. ഒരാളും നെഗറ്റീവ് അറിയില്ല. എല്ലാവർക്കും ഗംഭീര തുടക്കണം. നല്ല അനശ്വരന്റെ ആക്ടിംഗ് ഒക്കെ അനശ്വരൻ മോല എല്ലാവരും സിമ്പിൾ പടം. ചേട്ടാ തിരിച്ചു വന്നു അല്ലേ? ചേട്ടാ പടം എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അടിപൊളി പടം, ഒന്നും പറയാനില്ല. ലാലേട്ടന്റെ ആക്ടിങ്ങും ഭയങ്കര ഇഷ്ടമായി. ലാലേട്ടന്റെ ആക്ടിങ്ങും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അനശ്വര രാജന്റെ ആക്ടിങ്, അത് അവളുടെ കരിയർ ബെസ്റ്റ് എന്ന് പറയാം. അടിപൊളി ആക്ടിങ്. മോഹൻലാൽ തിരിച്ചു വന്നു. പടം എങ്ങനെയുണ്ട്? പടം പൊളിച്ചു. ജിത്തും മോഹൻലാലും ഒന്നുകൂടെ. ജിത്തു ജോസഫിന്റെ കൂട്ടുകെട്ട് പറയുമ്പോ തന്നെ എല്ലാവരും ഒരു ത്രില്ലർ എലിമെന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുണ്ടോ, ഒരു സസ്പെൻസ് എന്തെങ്കിലും ഒന്നുണ്ടോ? ഇതിലെന്താണ്? സസ്പെൻസ് എന്നല്ല, ലീഗൽ ഡ്രാമയാണ്. ലീഗലായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമുണ്ടായി. ഒരു ട്രെയിലറിൽ പറഞ്ഞ പോലെ ഒരു ക്രൈം നടക്കുന്നു, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. പക്ഷെ ഈവനിങ്ങിലോട്ട് എന്തുകൊണ്ട് ട്രയൽ പോകുന്നു, അതായത് അസ്വാഭാവികം എന്ന് പറഞ്ഞല്ലോ ട്രെയിലർ, അത് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരും. എന്തോ ഒരു ക്രൈം നടക്കുന്നു, ആ പ്രതിയെ കണ്ടണം, അത് നടക്കുന്നു. അതിനുശേഷം നടക്കുന്ന ഒരു ലീഗൽ വാറാണ്. സിദ്ദിഖ് ഒക്കെ പറഞ്ഞ നമുക്കുണ്ടല്ലോ, ആ ക്യാരക്ടറിനെ നമുക്കങ്ങനെ കുറിച്ച്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അഭിനയം തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല പടമാണ്, ഫാമിലിക്ക് കാണാൻ പറ്റും. അനശ്വരന്റെ പെർഫോമൻസ് അതും അറിയാലോ, ഒരു സ്പെഷ്യൽ ഏബിൾഡ് ആയിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ അധികം പെർഫോമൻസ് ലെവലില്ലെങ്കിലും അതില് എന്താണ് കൊടുത്തിരിക്കുന്നത് അത് മിനിമം ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. പിന്നെ അനാവശ്യമായിട്ടുള്ള വല്ല ബിജിഎം അതൊന്നുമില്ല. നല്ലൊരു ജിത്തു ജോസഫ് പടം. ഒന്നും കൂടി നെക്സ്റ്റ് റേറ്റിംഗ് കൊടുക്കുന്നത് എത്ര കൊടുത്തു? ഒരു 10 എത്ര കൊടുക്കുക? 10 റേറ്റ്. കാരണം ഏത് പടത്തിന് അതിൻ്റെതായ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ എന്റെ ആസ് എ പ്രേക്ഷകൻ നിലയ്ക്ക് 10 10ആണ്. പക്ഷെ സിനിമ നിലയ്ക്ക് നോക്കുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഫ്ലോസ് ഒക്കെ വരും. പിന്നെ ശാന്തി ആ ചേച്ചി ജീവിക്കുമായിരുന്നു അതില്, ആ റൈറ്റ് നല്ല. പിന്നെ അതില് ജഡ്ജായിട്ട് ചെയ്ത ആളും, അതായത് നമുക്ക് എന്താ പറയാ, ജഡ്ജായിട്ട് ചെയ്ത വ്യക്തിയും നല്ല ഒരു എന്താ പറയാ, നല്ല പ്രോപ്പർ ജഡ്ജി മാത്രമല്ല, നമുക്ക് അതിൽ അദ്ദേഹം പറയുന്ന 1-2 സീക്വൻസ് ഒക്കെ നമുക്ക് നമ്മൾ പറയില്ല, സിറ്റുവേഷൻ ഫോം ചെയ്യുന്നല്ല, നമ്മൾ പറയും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, മീൻസ് ആ ഒരു ഇത് ആക്ഷൻ ഇട്ടെന്ന് വെച്ചാൽ അത് എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ സിനിമ കാണണം. പിന്നെ പ്രേക്ഷക നിലയ്ക്കും ഒരു സിനിമ പ്രേമി നിലയ്ക്കും സാറ്റിസ്ഫാക്ഷൻ ഏറ്റെടുക്കുന്ന ഒരു പടം തന്നെയാണല്ലോ. ഫാമിലി അത് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. പക്ഷെ ഫാമിലി ആയിട്ട് കണ്ടിരിക്കാം, നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ഇമോഷണൽ ഡ്രാമയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല ഒരു സാറ്റിസ്ഫാക്ഷനും ഇമോഷനൊക്കെ ആയതാണ്. അപ്പൊ താങ്ക് യു. സോറി. എല്ലാവർക്കും ലാലേട്ടൻ ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ നല്ലത്. അടിപൊളി പടം. ലാലേട്ടൻ ഈസ് ബാക്ക് വിത്ത് എ ബാങ്ക്. ഫാമിലി ആയിട്ടൊക്കെ സുഖമായിട്ട് കാണാം. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. ഒന്നേ പറയുന്നത് ലാലേട്ടൻ ഈസ് ബാക്ക്. സൂപ്പർ. ലാലേട്ടൻ കമ്പയർ പറയുന്നില്ല, സൂപ്പറാണ്.
ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം നന്നായി. പടം ചേട്ടാ പടം എങ്ങനെയുണ്ട്? സൂപ്പർ പടം, അടിപൊളി പടം, സൂപ്പർ. എങ്ങനെയുണ്ട്? ലാലേട്ടനെ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ലാലേട്ടൻ ഈസ് ബാക്ക്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ പടം എങ്ങനെയുണ്ട്? നന്നായിട്ട്, വളരെ നന്നായിട്ട്. ജിത്തു ജോസഫിന്റെ അതെ, ജിത്തു ജോസഫിന്റെ നന്നായിട്ട് നല്ല എടുത്തിട്ടുണ്ട് പടം. നന്നായിട്ട്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? ഗംഭീരമായില്ലേ? എന്തായാലും ഗംഭീര എല്ലാവരും നന്നായി സൂപ്പർ ചെയ്തിട്ടുണ്ട്. സസ്പെൻസ് ഒക്കെ ഉള്ളതാണല്ലേ അല്ലേ? സസ്പെൻസ് ഒന്നുമില്ല, പക്ഷെ സൂപ്പർ ചെയ്തിട്ടുണ്ട്. ജിത്തു ജോസഫ് പറഞ്ഞ പോലെ തന്നെ നല്ല മൂവിയാണ്. அடிப்பொழி ஜாலி இது மாதிரி புரிமுறையம் போற அது மாதிரி படம் இனி அழுக்கணி അതേ സാധിക്കില്ല. സത്യമായ എന്താ റിവ്യൂ പറയാനുള്ളത്? പടം ഗംഭീരം തന്നെയാണ് അല്ലേ? ഗംഭീർ. ഇന്നത്തെ സ്ക്രിപ്റ്റ് എഴുതുമ്പോ അവനടുത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഉണ്ടാവും. എസ് എൻ സ്വാമി കഴിഞ്ഞാല് എസ് എൻ സ്വാമിയുടെ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഞാനിപ്പോ അവിടെ പോയിട്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വന്ന അതിനാണ്. വേറെ എന്തെങ്കിലും സ്പോയിലാക്കാൻ പാടില്ല. ഇല്ല, ശരിയാണ് ശരി. ഇപ്പോഴത്തെ ഒരു എന്റെ പേര് പറയാ, ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് എന്താ ഇതിന് നന്നായിട്ട് ഒരാള് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പാലക്കാട് എടുത്ത സിനിമയാണ്. നേരെ എനിക്ക് ഓണം ഞമ്മാറ സൈഡ് അവിടെയൊക്കെ എടുത്താണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ നല്ല സ്ക്രിപ്റ്റ്, നന്നായിട്ട് ഇത്രയും ടൈറ്റ് എല്ലാവർക്കും കൊടുത്ത അതിന്റെ ക്യാരക്ടറൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് നമുക്ക് പ്രേക്ഷകർക്ക് അല്ല സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അത് എഴുതാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അതിന്റെ IPCയും അതിന്റെ പേര് സെക്ഷൻ ഒന്നും അറിയില്ല. സെക്ഷൻ നമുക്കൊന്നും അറിയില്ല. ഒക്കെ കോടതിയും അവരൊക്കെ പക്ഷെ അത്രയും ടൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അത്രയും ടൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ കൈ തട്ടാന്നല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത്ര നന്നായിട്ട് ദൃശ്യത്തിന് ശേഷം നല്ലൊരു സ്ക്രിപ്റ്റ്. മറ്റേ അതിന്റെ പേര് പറയാ, അത്ര നല്ല സ്ക്രിപ്റ്റ്, സെറ്റപ്പ് സാധനമാണ്. പക്ഷെ അതിന് സസ്പെൻസ് ഒന്നും ഇല്ല. പക്ഷെ എല്ലാരും റിവീൽ ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ, ആ റിവീൽ ചെയ്യണ സംഭവം, അതാണ് ഏറ്റവും നല്ലത്. ഒരാളുടെ ഫെയിലിയറിന് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ. നന്നായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മേ ബി ഇപ്പൊ ഫസ്റ്റ് ഓപ്പണിംഗ് ഷോ ആണത്. പാലക്കാടത്തെ കേരളത്തിൽ തന്നെ. അപ്പൊ നിങ്ങള് വ്യാഴാഴ്ചയാണ്, ഇപ്പൊ വെള്ളിയാഴ്ച ഗൾഫിലേക്ക് ആവണേ ഉണ്ടാവും. പക്ഷെ നോക്കി നോക്കും, നല്ല സ്ക്രിപ്റ്റ് ആണ്. ഇതെന്തായാലും ഒരു അല്ല 100 കോടി ക്ലബ്ബ് 500 കോടി ക്ലബ്ബ് എന്നൊന്നും പറയുന്നില്ല. സക്സസ് ആണ്. അപ്പൊ കൊടുത്ത കാശിന് എന്തായാലും എന്ത് കൊടുത്ത കാശ്? നിങ്ങൾ 100 രൂപ കൊടുത്തിട്ട് മറ്റേ ഇത് മറ്റേ 50 രൂപ എനിക്ക് വരുമാനമായി, അതാണോ പറയണത്? പലരും പറയുന്നത് നമുക്ക് മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആണോ? തീർച്ചയായിട്ടും മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ. കണ്ടിറങ്ങുമ്പോൾ കൈയടിക്കും. മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ വലിയ അതൊന്നും അല്ല. നമ്മ സ്ക്രിപ്റ്റ്, ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ഇപ്പൊ ചെയ്തിട്ടുണ്ട് കാര്യം. നിങ്ങൾ കണ്ടു ചെയ്തു. താങ്ക് യു.